വാർത്താ സമ്മേളനത്തിനിടെ ഫോൺ വന്നതിന് പിന്നാലെ കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നാടകീയമായാണ് അവസാനിപ്പിച്ചത്. മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളോട് കമ്മീഷണർ പ്രതികരിച്ചില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു വാർത്താ സമ്മേളനം പൊടുന്നനെ അവസാനിപ്പിച്ചു. പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പേരിലാണ്, അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവർ കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. കേവലം വാഹനക്കടത്തിനുമപ്പുറം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്ന കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് സംഘം 2 വർഷത്തിനുള്ളിൽ നടത്തിയ ഇടപാട്. കേരളത്തിലെത്തിച്ചത് 200ഓളം വാഹനങ്ങൾ. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസി എന്നിവയുടെ പേരിൽ വ്യാജരേഖ ചമച്ചു. GST തട്ടിപ്പിനൊപ്പം പരിവാഹൻ സൈറ്റിലും കൃത്രിമം. കണ്ടെയ്നറുകളിൽ കാറുകൾ കടത്തുന്നതിനൊപ്പം സ്വർണവും മയക്കുമരുന്നും എത്തിക്കുന്നുണ്ടോ എന്നും നിഗമനം. തീവ്രവാദ ബന്ധം പോലും സംശയിച്ച വാർത്താ സമ്മേളനത്തിനിടെ ഫോൺ കോൾ എത്തി. പിന്നാലെ സമ്മേളനം അവസാനിപ്പിച്ചെന്ന പ്രഖ്യാപനവും. Sir, already going on, sir. ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട വാർത്താ സമ്മേളനം ഒരു ഫോൺ സംഭാഷണത്തിന് പിന്നാലെ അവസാനിപ്പിച്ചതിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. മീഡിയ 1, കൊച്ചി.